കൊച്ചുറാണി ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരുന്ന വയോജനങ്ങളുടെ സംരക്ഷണം, അത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകം മുഴുവൻ അറിയാം നമ്മുടെ ഒരു രീതികൾക്ക് എതിരായ അല്ലെങ്കിൽ പ്രായമായവർക്ക് മാത്രമായി ഒരു താമസ സ്ഥലം ഒരുക്കുക, അതൊക്കെ ശരിയാണോ എന്നൊക്കെ പല ചിന്തകളും സമൂഹത്തിൽ നടക്കാറുണ്ട്. പക്ഷേ അവർക്ക് സുരക്ഷിതമായൊരു താമസ സ്ഥലം വേണം. ഇന്നലെ നമ്മൾ കണ്ടൊരു വാർത്ത, 70 വയസ്സായ ഒരു അമ്മയെ മകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണ്. അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രായമായവർക്ക് അഭിമാനത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ ഗുണകരമാണ്. ആ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഒപ്പം ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു അടിത്തറ കൃത്യമായി പദ്ധതികൾ നടപ്പാക്കാനുണ്ടോ എന്നൊരു സംശയം താങ്കൾക്കുണ്ടോ? ശ്രീമതി കൊച്ചുറാണി. ഓക്കെ, എന്നോടായിരുന്നല്ലേ ചോദ്യം? സോറി. അതിനുവേണ്ടിയുള്ളൊരു തോട്ട് പ്രോസസ്സ് തുടങ്ങി എന്നത് തന്നെ വളരെ ആശാവഹമാണ്. കാരണം ഏതാണ്ട് 20% ഈ വയോജനങ്ങൾ. അവരുടെ സംരക്ഷണം മാത്രമല്ല, മക്കളിവിടെ ഇല്ലാത്ത നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, മക്കളൊക്കെ നാട്ടിലില്ലല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങി വെച്ചു എന്നത് തന്നെ ഞാനിതിനെ ഒരു അക്കാഡമിക് റീഡിംഗ് ആയിട്ടാണ് കാണുന്നത്. ഈ ബജറ്റിൻ്റെ അക്കാഡമിക് റീഡിങ്ങിൽ ഞാൻ കാണുന്നൊരു വലിയ മാറ്റമായിട്ടാണ് അത് കാണുന്നത്. കാരണം അതേക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങി എന്ന് തന്നെ. അതുപോലെ ഒരു അക്കാഡമിക് റീഡിങ് നടത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ കാണുന്നത് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നുള്ളതാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം ഡിഗ്രി ആകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ പുറത്തോട്ട് വന്ന് +2 കഴിയുമ്പോൾ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ബെറ്റർ വർക്ക് കൾച്ചർ, ബെറ്റർ വർക്ക് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ അവരുടെ സ്വപ്നമാണ്. അത് ഇവിടെ തന്നെ ഫ്രീ ആക്കി എന്ന് പറയുമ്പോൾ അതൊരു വലിയ സ്റ്റെപ്പാണ്. ഫ്രീ ആക്കാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളത്. പക്ഷെ അപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി അതിനകത്ത് പെടുന്നുണ്ടോ, അതോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രമാണോ, കൺവെൻഷണൽ ഡിഗ്രി മാത്രമാണോ? പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിൽ അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും. ഓക്കെ, അതൊരു വലിയ ആർട്സ് ആൻഡ് സയൻസ് ആണെങ്കിൽ തന്നെയും ഇതൊരു വലിയ സ്റ്റെപ്പായിരിക്കും. കാരണം പിന്നെ ഒരു ചിന്ത വരാം, ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാം എന്നുള്ളത്. അപ്പോൾ കേരളത്തെ തന്നെ നമ്മുടെ യുവജനങ്ങളുടെ ബ്രെയിൻ ഡ്രെയിൻ നടക്കാതിരിക്കാൻ അവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഇതിനെ കാണാം. മാത്രമല്ല, യങ് എൻ്റർപ്രണേഴ്സിന് വേണ്ടി തന്നെ 70 കോടിയോളം മാറ്റിവെച്ചെന്ന് വരും. അപ്പോൾ ആഫ്റ്റർ ഡിഗ്രി ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകാൻ സംരംഭം, റാദർ ദാൻ ബിക്കമിങ് ആൻ എംപ്ലോയി, ബിക്കം ആൻ എംപ്ലോയർ എന്നുള്ള ഓണ്ടർപ്രണർഷിപ്പ് സങ്കല്പത്തിലേക്ക് നമ്മുടെ യുവജന ശക്തിയെ, ചാലകശക്തിയെ തിരിച്ചുവിടാൻ ഈ ബജറ്റിലെ ഈ വക കാര്യങ്ങളൊക്കെ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.